വെൽക്കം ബാക്ക് ടു ട്രാവൽ ഫുഡി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്ലിപ്പർ ക്ലച്ച് ആണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, പക്ഷെ ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ മാത്രം ഒന്ന് പറഞ്ഞു തരികയാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി മാത്രമായിട്ടൊന്ന് പറയുന്നതേ ഉള്ളൂ, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് ആഴ്ന്നിറങ്ങിയുള്ള സംസാരങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബൈക്കിൽ അത്യാവശ്യം നല്ല സ്പീഡിൽ വരുമ്പോൾ സഡനായിട്ട് നമ്മളൊരു ബ്രേക്ക് ഇടുന്നു, സോ ഗിയർ ചേഞ്ച് ചെയ്യുന്നു. അത് നമ്മുടെ ഒരു നല്ല രീതിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതിനെ മാറ്റി നിർത്താൻ പറ്റിയ ഒരു യന്ത്രത്തിൻ്റെ പ്രവർത്തനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് നമ്മുടെ ഈ ഒരു സ്ലിപ്പർ ക്ലച്ചിൽ വരുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ല സ്പീഡിൽ വരുമ്പോൾ നമ്മൾ ബൈക്ക് പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ക്ലച്ച് പിടിക്കുകയാണ്. അപ്പോൾ ഒരു നോർമൽ ബൈക്കിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നോർമൽ ക്ലച്ചുള്ള ബൈക്കിലാണെങ്കിൽ നമ്മൾ ക്ലച്ച് പിടിക്കുന്ന സമയത്ത് അതിൽ ഒരു ഫ്രീ ആയിട്ട് ടയർ സ്പിന്നാവുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു അവസ്ഥ വളരെയധികം ഡേഞ്ചറാണ്, ആക്സിഡൻറ്റ് പറ്റാനും ബാക്കി കാര്യങ്ങൾക്കെല്ലാം. അപ്പോൾ അതിനെ ഇല്ലാതാക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നൊരു ക്ലച്ചിൻ്റെ ഒരുതരം പ്രവർത്തനമാണ് ഈ ഒരു സ്ലിപ്പർ ക്ലച്ചിൽ നടക്കുന്നത്. അപ്പോൾ പെട്ടെന്നുള്ള ഗിയർ ഡൗൺ ചെയ്യുന്നതിനുള്ള ഒരു ഇതും, വണ്ടി പെട്ടെന്ന് സ്റ്റോപ്പ് ആകുമ്പോൾ ഗിയർ ബോക്സ് അങ്ങനെ വണ്ടിക്ക് നല്ല രീതിക്കുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്, നല്ലൊരു പണി കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലിപ്പർ ക്ലച്ച് എന്ന് പറയുന്ന സംവിധാനം ബൈക്കിലിരിക്കുന്നത്. ഓക്കെ, അതായത് പറയുകയാണെങ്കിൽ ബാക്ക് വീൽ കറങ്ങുന്ന സ്പീഡിനനുസരിച്ച് എൻജിൻ്റെ ആ ഒരു സ്പീഡ് വരുന്നത് വരെ അത് സ്പിൻ ചെയ്ത് പിടിക്കാം. ആ ഒരു സെറ്റപ്പിലേക്കാണ് അതിൻ്റെ ഒരു ഇത് കിടക്കുന്നത്. അത്രയേ ഉള്ളൂ, അല്ലാതെ നമ്മൾ തല പുകഞ്ഞ് ആലോചിക്കേണ്ടതായിട്ടൊന്നുമില്ല. ആലോചിക്കണമെങ്കിൽ കുറച്ച് ഡീപ്പായിട്ട് ചിന്തിക്കണം. അതിനെപ്പറ്റിയൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. സോ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാൻ. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിൽ ജസ്റ്റ് ഒരു വീഡിയോ കിട്ടുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ ദ വാച്ചിങ്.